നമുക്കറിയാവുന്ന ഓപ്പറേഷൻസ് തന്നെയാണ് മൊത്തം. അതിൽ അഡീഷന്റെ കേസിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 4+2 എത്രയാണ്? 4+2 എന്ന് പറയുമ്പോൾ ഈ 4ന്റെ സൈൻ പോസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു, 2ന്റെ സൈനും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 2 പ്ലസ് പോസിറ്റീവ് 4 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് 2 പ്ലസ് പോസിറ്റീവ് 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 പ്ലസ് പോസിറ്റീവ് 4 എത്ര നമുക്കറിയാം? പോസിറ്റീവ് 6 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓക്കെ അല്ലേ? അതേ കേസ് തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. -4 പ്ലസ് പോസിറ്റീവ് 2 എത്രയായിരിക്കും? ആൻസർ ടൈപ്പ് ചെയ്തിടാവോ എല്ലാവരും ഒന്ന്? ടൈപ്പ് ചെയ്യാവോ? -4 പ്ലസ് പോസിറ്റീവ് 2. -4 പ്ലസ് പോസിറ്റീവ് 2 ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന്. -4 പ്ലസ് പോസിറ്റീവ് 2 എത്രയാണ്? ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? മറന്നുപോയോ? എല്ലാവരും ഫോണൊക്കെ എടുത്തൊന്ന് ടൈപ്പ് ചെയ്തിട്ട്. -4 പ്ലസ് പോസിറ്റീവ് 2 എത്ര നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇങ്ങനെ വരുന്ന -2. അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ അല്ലെ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. അപ്പൊ വലുതെന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ്. 4ൽ നിന്ന് 2 കുറയ്ക്കുക. 2 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം 2 എന്ന് കിട്ടും. ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 4 ആണ് വലിയ സംഖ്യ. 4ന്റെ സിമ്പിള് -2. 4ന്റെ സിമ്പിൾ നെഗറ്റീവ് ആയിട്ട് ആൻസർ -2 എന്ന് പറയും. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ, കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. ചെറുതെന്ന് പറയുമ്പോൾ വലുതെന്ന് ഇവിടെ പറയുമ്പോൾ ഇവിടെ 4 ആണ്. 4ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. ഈ വലിയ സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4ന്റെ സിമ്പിള് മൈനസ്. Therefore നമുക്ക് -2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ -2 പ്ലസ് -3 ആൻസർ എത്രയാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇവിടെ അഡീഷൻ ആണ് നടക്കുന്നത്, പക്ഷെ രണ്ട് നെഗറ്റീവ് സംഖ്യ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. -2 -5 വെരി ഗുഡ്. -5 ഇങ്ങനെ വരുന്ന കേസിൽ രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യകള് ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം. ഇവിടെ കൂടുക എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്ന് വെച്ചാൽ 2+3 ആണ്. 2+3 5 എന്ന് കിട്ടും. വലുതിന്റെ സിമ്പിൾ വലുതെന്ന് പറയുമ്പോൾ 3 ആണ്. 3യുടെ സിമ്പിൾ -5. രണ്ട് നെഗറ്റീവ് ആണ്. കൂട്ടിയിട്ട് നെഗറ്റീവിന്റെ ചിഹ്നം, അല്ലെങ്കിൽ കൂട്ടിയിട്ട് വലുതിന്റെ ചിഹ്നം. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെയാ വരുന്നെങ്കിലോ? -2 -3 ഇങ്ങനെ വരുന്ന എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? നെഗറ്റീവിന്റെ കേസാണ്, സബ്സ്ട്രാക്ഷന്റെ കേസാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. -2 -3 എന്തായിരിക്കും ആൻസർ? -2 -3 ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് വരും നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ വരും നമ്മൾ പറഞ്ഞത്? എന്ത് വരും നമ്മൾ പറഞ്ഞ? -2 -2 പറഞ്ഞ കേട്ടില്ല? ഇങ്ങനെ വരുന്ന 5 ആണോ? ഇങ്ങനെ വരുന്ന കേസിൽ മൈനസും മൈനസും എന്താവും? മൈനസും പ്ലസ് ആവും. -2 പ്ലസ് 3 എന്നാവും. -2 പ്ലസ് 3 എത്രയാ? -2 പ്ലസ് 3 എത്രയാണ്? -2 പ്ലസ് 3 ഒന്നുകൂടെ പറയാം. ഈ അകത്ത് രണ്ട് സംഖ്യയുടെ അകത്താണ് സിമ്പിൾ വരുന്നതെങ്കിൽ നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ അത് പോസിറ്റീവ് ആവും. പോസിറ്റീവും നെഗറ്റീവും കൂടെ വന്നാലും അത് നെഗറ്റീവ് ആവും. പോസിറ്റീവും നെഗറ്റീവും വന്നാൽ തിരിച്ചു വന്നാലും അത് നെഗറ്റീവ് തന്നെയായിരിക്കും. പ്ലസും വന്നാൽ പ്ലസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മറന്നുപോയോ? നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു? ഒന്നുകൂടെ പറയാം. സിമ്പിളിന്റെ അകത്താണ് ഇങ്ങനെ വരുന്നതെങ്കിൽ പ്ലസും ആണ് പ്ലസ് തന്നെയായിരിക്കും. നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് തന്നെയായിരിക്കും. നെഗറ്റീവും പോസിറ്റീവ് ആണ് നെഗറ്റീവ് തന്നെയായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആണ് നെഗറ്റീവ് തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ മൈനസ് വരുമ്പോൾ പ്ലസ് ആകും. -2 പ്ലസ് 3 എത്രയാണ്? -2 പ്ലസ് 3 എത്രയാണ്? -2 പ്ലസ് 3 എത്രയാണ് പറഞ്ഞേ? -2 പ്ലസ് 3 പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് എന്ന് എന്ത് ചെയ്യണം? നമ്മളിപ്പോ പറഞ്ഞതാ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണ്? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും അടുപ്പിച്ചു എന്ത് ചെയ്യുന്ന പറഞ്ഞ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ഒന്ന്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടെ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. ഇവിടെ കുറയ്ക്കുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന -3ൽ നിന്ന് 2 കുറയ്ക്കുക. വലുതിൽ നിന്ന് 2 ചെറുത് കുറയ്ക്കുക എന്ന് വെച്ചാൽ 3ൽ നിന്ന് 2 കുറയ്ക്കുക. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ?
1 എന്ന ആൻസർ കിട്ടും. ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 3 ആണ്. 3യുടെ സിമ്പിൾ പോസിറ്റീവ് ആണ്. therefore ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് 1 ആണ്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. എങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാന്ന്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയാം. -2 -3 -2 -3 ഒന്നുകൂടെ പറയാം. -2 -3 -2 -3 ഇങ്ങനെ അകത്ത് മൈനസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആവും. -2 +3 എന്ന് വരും. -2 +3 എന്ന് പറഞ്ഞാൽ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് 1 എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 3യിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. ഇവിടെ വലുതെന്ന് പറയുമ്പോൾ 3 ആണ്. 3യുടെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ +1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? +1 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യണം, തന്നെ ചെയ്യണേ. -3 -7 ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നെഗറ്റീവ് എന്താവും എന്ന് പറഞ്ഞ് ചെയ്ത് ആലോചിച്ച് 4 ആണോ സാറേ? പ്ലസ് ഓർ നെഗറ്റീവ് ഏത് 4 ആ? പോസിറ്റീവ് 4. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? ഇത് പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ കുറച്ചിട്ട് വലിയൊരു ചിഹ്നം. കുറയ്ക്കുന്നത് 7ൽ നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും. വലുതിന്റെ ചിഹ്നം 7 ആണ്. 7ന്റെ ചിഹ്നം എത്രയാണ്? പോസിറ്റീവ് ആണ്. കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ. -4 -8 -4 -8 രണ്ട് മൈനസ് ആണ്. എന്ത് ചെയ്യണം? 2 മൈനസ് ആണെങ്കിൽ ഇവിടെ 8 പ്ലസ് ആണ്, പക്ഷെ മൈനസ് എന്ന് ഓർത്താൽ മതി. -12 വെരി ഗുഡ്. 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. 2 സംഖ്യയുടെ കൂട്ടുക, നെഗറ്റീവ് ചിഹ്നം ഇടുക. 2 നെഗറ്റീവ് ആണ്, കൂട്ടിയിട്ട് വലിയ ചിഹ്നം ഓർത്താൽ മതി. ഒരു പ്ലസും ഒരു മൈനസും ആണെങ്കിൽ, ഇതേപോലെ ഒരു പ്ലസും ഒരു മൈനസും ആണെങ്കിൽ കുറച്ചിട്ട് വലിയ ചിഹ്നം. കുറച്ചിട്ട് വലിയ ഇതുപോലെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ആണ്. കുറച്ചിട്ട് വലിയ ചിഹ്നം. 2 നെഗറ്റീവ് ആണ്, കൂട്ടിയിട്ട് വലിയ ചിഹ്നം. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ സത്യം പറയാൻ നടക്കുന്നത് -4 -+8 ആണ്. +8 ആണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണ് പ്ലസും മൈനസും കൂടെ വരുമ്പോൾ എന്താവും? നെഗറ്റീവ് തന്നെ വരും. പിന്നെ അവിടെ പ്ലസിന്റെ കാര്യം നമ്മൾ ഓർക്കുകയോ ചെയ്യേണ്ട. അത് നെഗറ്റീവ് ആണെന്ന് ഓർത്താൽ മതി. മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത കേസിലേക്ക് പോകാലോ. +3 -7 +10 വെരി ഗുഡ്. ഈ മൈനസും മൈനസ് എന്താവും? ഈ മൈനസും മൈനസ് എന്താവും? ഈ മൈനസും മൈനസും പ്ലസ് ആവും. 3 + 7 = 10 പോസിറ്റീവ് 10. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ -3 + 8 -3 + 8 അത് ചെയ്തോ? പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. കുറയ്ക്കുക എന്ന് വെച്ചാൽ 18 3 കുറയ്ക്കുക. 18 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. വലുതെന്ന് പറയുമ്പോൾ 8 ആണ്. 8ന്റെ സിമ്പിൾ പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? തിരിച്ചാണെങ്കിലോ -8 + 3 എല്ലാവരും ആൻസർ പറയണേ. പറയണ്ട, ചെയ്തിട്ടാ മതി. എല്ലാവർക്കും ആലോചിക്കാൻ സമയം കിട്ടട്ടെ. ചെയ്തിട്ട് ആൻസർ എന്നാ കമന്റ് ബോക്സ് ചെയ്തിട്ടാ മതി. ഓക്കെ വെരി ഗുഡ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വന്നാൽ കുറച്ചിട്ട് വലിയതിന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് എപ്പോഴും കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓർക്കണമെന്നില്ല. കുറച്ചിട്ട് വലിയതിന്റെ ചിഹ്നം ഓർത്താൽ മതി. കുറച്ചിട്ട് വലിയതിന്റെ ചിഹ്നം കുറയ്ക്കുമ്പോൾ 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. വലിയതിന്റെ ചിഹ്നം ഇവിടെ 8 ആണ്. 8ന്റെ ചിഹ്നം എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ അല്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. -8 -3 -3 അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം മൈനസ് ഒന്ന് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. മൈനസ് ചെയ്ത് എല്ലാവരും ഒന്ന് കിട്ടിയോ? നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ത് വരും? എന്നിട്ട് ബാക്കി ചെയ്യണം. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് വരും. പിന്നെ നമ്മൾ മുമ്പ് ഈ മോളിൽ കണ്ട സെയിം ക്വസ്റ്റ്യൻ ആണത് അല്ലേ? ആൻസർ കിട്ടും -8 + 3 = -5 എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ? ഓക്കെ
അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. -12 മൈനസ് +5. ഇത് വരുന്നതാണ് ഇതിന്റെ കേസ്. ഞാനിപ്പോ ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് പറയാം. അതുവേണ്ടി ഇതൊന്നുകൂടെ റിവിഷൻ ചെയ്ത് നമ്മള് ഈ കേസ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് വരുന്ന കേസുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഇതൊന്നുകൂടെ റിവിഷൻ ചെയ്തത്. മറന്നു പോയാലെന്നൊന്നുകൂടെ റിവിഷൻ ചെയ്തതാണ്. ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം മിഡിൽ പോർഷൻ സോൾവ് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വരുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വരുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞ? പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വരുമ്പോൾ നെഗറ്റീവ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് തന്നെ ആയിരിക്കും. -22 ആണ്. ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. -12 -5. രണ്ട് നെഗറ്റീവ് എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ? കൂട്ടണം. കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം. കൂട്ടുമ്പോൾ എത്ര കിട്ടും? കൂട്ടുമ്പോൾ എത്ര കിട്ടും പറഞ്ഞേ? 17. 12 പ്ലസ് 5 എത്ര കിട്ടും? 17 എന്നല്ലേ കിട്ടുള്ളൂ. 17 ചെയ്തിട്ട് നെഗറ്റീവ് ചിഹ്നം. മനസ്സിലായോ? തെറ്റിപ്പോയർക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? തെറ്റിപ്പോയർക്ക ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മള് അഡീഷന്റെ സബ്സ്ട്രാക്ഷന്റെ കേസാ പറഞ്ഞത്. അങ്ങനെ നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇനി പറയാൻ പോകുന്നത് നമ്മള് മൾട്ടിപ്ലിക്കേഷന്റെ റൂളാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഒന്നുകൂടെ പറഞ്ഞാണ്, പക്ഷെ ഒന്നുകൂടെ പറയുവാണ്. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 കേസിലും മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. പക്ഷെ റിസൾട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞ അതേ റിസൾട്ട് തന്നെയാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മുടെ സിമ്പിൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മുടെ ആൻസറിലെ സിമ്പിൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ പ്ലസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ വേണ്ട നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് പോകാം. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ ആൻസർ പോസിറ്റീവ് തന്നെ ആയിരിക്കും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസറിൽ വരുന്ന സിമ്പിളും നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ആണെങ്കിൽ ആൻസറിൽ വരുന്ന നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ ആൻസറിൽ വരുന്ന നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. -2 × -3. -2 × -3. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 × 3 ആണ്. 2 × 3 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. സിമ്പിൾ പിന്നെ നോക്കണം. മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്താ വരുന്നത്? പോസിറ്റീവ്. പിന്നെ ആൻസർ +6 എന്നായിരിക്കും. മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞാണ്. ഒരു ഉദാഹരണം പറയാം. 2 × -3. 2 × -3 ആണ് ആൻസർ എങ്കിൽ 6 തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. സിമ്പിൾ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വരുമ്പോൾ എപ്പോഴും ആൻസർ എത്രയേ വരുള്ളൂ? നെഗറ്റീവ് തന്നെ വരുള്ളൂ. -3 × 2 എന്നാണെങ്കിലും കുഴപ്പമില്ല. 2 × -3 എന്നാണെങ്കിൽ ആൻസർ -6 ആയിരിക്കും. ഈ രണ്ട് കേസിലും ആൻസർ 6 ആണ് വരുന്നത്. പക്ഷെ അതിന്റെ സിമ്പിളും കൂടെ നമ്മൾ നോക്കണം. സിമ്പിൾ എത്രയാണ്? സിമ്പിൾ ഈ പറഞ്ഞ റൂൾ അനുസരിച്ച് പോസിറ്റീവും ആണെങ്കിൽ ആൻസറിൽ വരുന്ന സിമ്പിളും പോസിറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവും ആൻസറിൽ വരുന്ന സിമ്പിളും തന്നെയായിരിക്കും. നെഗറ്റീവ് തന്നെയായിരിക്കും. പോസിറ്റീവും നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് തന്നെയായിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡിവിഷന്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. മാറ്റം ഒന്നുമില്ല. ഡിവിഷന്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ വേറൊരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സിമ്പിളും പോസിറ്റീവ് തന്നെയായിരിക്കും. ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ വേറെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സിമ്പിൾ അഗൈൻ പോസിറ്റീവ് തന്നെയായിരിക്കും. ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സിമ്പിൾ നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ സിമ്പിൾ നെഗറ്റീവ് തന്നെയായിരിക്കും. ഉദാഹരണം പറയാം. 10 ഡിവൈഡഡ് ബൈ 2 എത്രയായിരിക്കും? രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഡിവൈഡ് ചെയ്യുന്ന 5 തന്നെ വരും. മനസ്സിലായോ? ആൻസർ ഡിവൈഡ് ചെയ്യുന്ന 5 തന്നെ വരും. ഇനി -10 ഡിവൈഡഡ് ബൈ -2 എന്ന് വിചാരിച്ചോ. നമ്മുടെ ആൻസർ രണ്ട് കേസിൽ പറയാം. നമ്മുടെ റൂൾ അനുസരിച്ചാണെങ്കിൽ ഇത് പോസിറ്റീവ് തന്നെ വരുള്ളൂ. 10 ഡിവൈഡഡ് ബൈ 2 5 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് ക്യാൻസൽ ചെയ്തും കളയാം. എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്ത കേസിൽ ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു പോസിറ്റീവ് നമ്പറും ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ 5 എന്ന് തന്നെ ആയിരിക്കും. ഒരു നെഗറ്റീവും പോസിറ്റീവും ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഡിവൈഡ് ചെയ്താൽ ആൻസർ ഇതേപോലെ തന്നെ 5 തന്നെ ആയിരിക്കും. സിമ്പിൾ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ എന്ത് തന്നെ ആയിരിക്കും? നെഗറ്റീവ് തന്നെയായിരിക്കും. മുമ്പത്തെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും റൂൾസ് ഒന്ന് തന്നെയാണ്. മാറ്റം ഒന്നുമില്ല. ഡിവിഷന്റെ കേസിൽ ചിലപ്പോൾ അത് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കിടക്കും. ചിലപ്പോൾ ഫുൾ ഡിവൈഡ് ചെയ്ത് വരണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിലും സിമ്പിൾ അത് തന്നെയായിരിക്കും. മാറ്റമൊന്നും വരത്തില്ല. സിമ്പിളിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഡിവിഷന്റെ പൊതുവായിട്ടുള്ള കാര്യം പറയാം. ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വിചാരിച്ചോ.
3 divided by -2 എന്ന് വിചാരിച്ചോ. ഇതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ എഴുതാറില്ല. നെഗറ്റീവ് ഒരിക്കലും നമ്മൾ ഡിനോമിനേറ്റർ കൊടുക്കാറില്ല. ഈ മോളത്തെ എന്ന് പറയുന്ന പേരാണ് ന്യൂമറേറ്റർ, താഴത്തെ എന്ന് പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. P/Q ഫോമിലാണ് നമ്മൾ ഫ്രാക്ഷൻസ് എഴുതുന്നത്. അതിൽ ഈ മോളിൽ കിടക്കുന്ന Pക്ക് പറയുന്ന പേരാണ് ന്യൂമറേറ്റർ, ക്യൂന്ന് പറയുന്ന പേരാണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് പറയാറില്ല. ഇതിനെ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ -3/2 എന്ന് തന്നെ പറയാറുള്ളൂ. അത് രണ്ട് സെയിം തന്നെയാണ്. ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമില് -3/2 എന്ന് എഴുതാറുള്ളൂ. താഴെ നമ്മൾ ഡിനോമിനേറ്റർ നമ്മൾ നെഗറ്റീവ് കൊടുക്കാറില്ല പൊതുവെ. രണ്ട് സ്ഥലത്തും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആവും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് ആണെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയി പോസിറ്റീവ് ആവും. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ -12 into -2 ആൻസർ എന്ന് പറഞ്ഞേ. പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. -12 into -2 ആൻസർ എന്ന് പറഞ്ഞേ. പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കിയേ. +24 വെരി ഗുഡ്. +24 എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ, അവിടെ റൂൾസ് മാത്രമേ ഉള്ളൂ. -3 into 5 പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. -3 into 5 -15. നമ്മുടെ പോസിറ്റീവ്, നമ്മുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും പോലെയല്ല. മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് റൂൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും എളുപ്പമാണ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് റൂളാണ്. പക്ഷെ പോസിറ്റീവും അഡീഷനും സബ്സ്ട്രാക്ഷനും വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കറക്റ്റ് റൂൾ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ കേസിൽ നേരെ റൂൾ അപ്ലൈ ചെയ്താൽ മതി. -3 into -8 ആൻസർ എത്രയാണ്? ഇവിടെ 4 കേസുള്ള ആകപ്പാട്. +24 മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. 3 into -5 -3 3 into -3 +9 ആണ്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. അപ്പൊ എന്ത് -9. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? ഇതിന്റെ കൂടെ തന്നെ ഇത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്, ഒന്നുമില്ല. നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ പോസിറ്റീവ് വരും. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണെങ്കിൽ സൈൻ നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ സൈൻ അഗെയിൻ നെഗറ്റീവ് വരും. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ പോസിറ്റീവ് തന്നെയായിരിക്കും. 4 റൂളുള്ളൂ. സെയിം റൂളുള്ളൂ. 4 റൂൾ ആകെപ്പാടേ ഉള്ളൂ ഇതില്. പോസിറ്റീവ് ഡിവിഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ കേസിലും 4 റൂളുള്ളൂ. വേറൊരു ക്വസ്റ്റ്യൻ, 122 -122 divided by 12 ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ചെറുതാക്കി ചെയ്താൽ മതി. നമുക്ക് മുകളിലും താഴെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 61 divided by 6 എന്ന് കിട്ടും. ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ വേണ്ട. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വേണം. -15 divided by 3 ആൻസർ എത്രയാണ്? -5 വെരി ഗുഡ്. -5. Then അടുത്ത ക്വസ്റ്റ്യൻ, 121 divided by -11 നമ്മള് പട്ടിക പഠിച്ചാണ്, സ്ക്വയർ പഠിച്ചാണ്, ക്യൂബ് പഠിച്ചാണ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് മനസ്സിലാവും. 11 into 11 ആണ് 121. നമുക്ക് ആൻസർ 11 കിട്ടും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് ആണ്. ആൻസർ എത്ര വരുന്ന? നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഈ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം ഒന്ന് പറഞ്ഞാണ് ഒന്ന് റിവിഷൻ ചെയ്തെന്നുള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 the whole square അല്ലെങ്കിൽ 2 the power of 2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? 2 square 2 into 2 ഓക്കെ അല്ലെ? 2 into 2 is equal to 4 നമുക്ക് കിട്ടി. ഇവിടെ 2 പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് 2 into പോസിറ്റീവ് 2 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇതിന്റെ ആൻസർ പോസിറ്റീവ് 4 തന്നെയായിരിക്കും. ഇനി നെഗറ്റീവ് 2 the whole square ആണെങ്കിലോ? നെഗറ്റീവ് 2 the whole square ആണെങ്കിൽ ആൻസർ എന്ത് വരും? പോസിറ്റീവ് 4 തന്നെയാണ്. ദാറ്റ് മീൻസ് -2 into -2 equal to നെഗറ്റീവും പോസിറ്റീവ് ആവും. 2 into 2 4 ആണ്. ഇനി അങ്ങനെയല്ല, -2 the whole cube ആണെങ്കിലോ? -8. That means -2 into -2. ഈ -2 ഉം പോസിറ്റീവ് 4 ആവും. ഇത് പോസിറ്റീവ് 4 ആവും. പോസിറ്റീവ് 4 into -2 8 എന്നാവും. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ -8 എന്നാവും. മനസ്സിലായോ? ഓക്കെ ആണോ? അതിനൊരു ജനറൽ റൂൾ ഉണ്ട്. ആ റൂൾ കൂടെ പറയണേ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ആയിക്കോട്ടെ,
അതിന്റെ റേസ്റ്റ് ഒരു നെഗറ്റീവ് നമ്പർ, പോസിറ്റീവ് നമ്പറിന്റെ കേസ് നമുക്കറിയാം. ഒരു നെഗറ്റീവ് നമ്പർ, ഏത് നെഗറ്റീവ് നമ്പർ ആയിക്കോട്ടെ, അതിന്റെ റേസ് ടു വരുന്ന ഈവൻ നമ്പർ ആണ്. അതിന്റെ റേസ് ടു വരുന്ന ഈവൻ നമ്പർ ആണെങ്കിൽ, അതിന്റെ റേസ് ടു വരുന്ന ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സിമ്പിൾ ആൻസർ എന്തെങ്കിലും ആയിക്കോട്ടെ, ആൻസർ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അതിന്റെ സിമ്പിൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറിന്റെ റേസ് ടു ഒരു ഓഡ് നമ്പറാ വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഉദാഹരണം പറയാം, നെഗറ്റീവ് ടു ദ ഹോൾ സ്ക്വയർ, മോളിൽ ഈവൻ നമ്പർ ആണ്, അപ്പൊ ആൻസർ എപ്പോഴാ വരുള്ളൂ? പോസിറ്റീവാ വരുള്ളൂ. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. മനസ്സിലായോ? അതേസമയം നെഗറ്റീവ് ടു ദ ഹോൾ റേസ് ടു 3 അല്ലെങ്കിൽ ഹോൾ ക്യൂബ്, ഇത് ഓഡ് നമ്പർ ആണ്. 3 എന്ന് പറഞ്ഞൊരു ഓഡ് നമ്പർ ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ ആൻസർ എപ്പോഴാ വരുള്ളൂ? നെഗറ്റീവ് എന്നാ വരുള്ളൂ. പിന്നെ ആൻസർ ഏതാണോ അതനുസരിച്ച് നെഗറ്റീവ് സിമ്പിൾ വരുള്ളൂ. ആൻസർ എത്രയാണ്? 8. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ -3 ദ ഹോൾ ക്യൂബ് എത്രയായിരിക്കും? -3 ദ ഹോൾ ക്യൂബ് വെരി ഗുഡ്, -27. നമ്മള് ഇവിടെ ക്യൂബ് മാത്രം നോക്കിയാൽ മതി, സിമ്പിളിനെ കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും, സിമ്പിൾ ഓഡ് ആണെങ്കിൽ നെഗറ്റീവ് വരുള്ളൂ. മനസ്സിലായോ? റേസ് ടു പവർ എന്ന് അതിന് പറയുന്നത്, മോളിന് പറഞ്ഞ പേരാണ് പവർ എന്ന് പറയും. ഈ റേസ് ടു പറഞ്ഞ പേരാണ് പവർ. റേസ് ടു ഹോൾ റേസ് ടു എന്ന് പറയുന്ന ആ ഒരു പവറിനാണ് നമ്മൾ ഹോൾ റേസ് ടു എന്ന് പറയുന്നത്. സ്ക്വയർ ആകാം, റേസ് ടു സ്ക്വയർ ആകാം, അല്ലെങ്കിൽ റേസ് ടു 3 ആകാം, എന്തുകൊണ്ടും ആകാം. അതിന് പറഞ്ഞു വരുന്ന പവർ. ഈ പവർ ഈവൻ ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ പോസിറ്റീവ് ആയിരിക്കും, പവർ ഓഡ് ആണെങ്കിൽ സിമ്പിൾ നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇതൊരു ജനറൽ റൂൾ ആയിട്ട് വരുന്നതാണ്. ഇത് എക്സ്പോണൻസിനകത്ത് വരുന്നതാണ്, പക്ഷെ എക്സ്പോണൻസ് നമുക്ക് എല്ലാ കേസിലും പഠിക്കാനില്ലെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറാണ്. എല്ലാ കേസിലും പല തവണ ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്ലസ് ടു ലെവലിലൊക്കെ മിക്കവാറും ചോദിക്കുന്നതാണ് ബോട്ട് മാസ് റൂൾ. എല്ലാവർക്കും അറിയാവുന്ന വിശദീകരണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ബോട്ട് മാസ് റൂൾ, ആ ഒരു ഓർഡർ ഓർത്തിരിക്കണം. ബോട്ട് മാസ് സ്പെല്ലിംഗ് മറന്നു പോലെ BODMAS. ബോട്ട് മാസ് എന്നും പറയാറുണ്ട്. നമ്മള് ഇടയ്ക്ക് ഇവിടെ എന്നോട് വരാറുണ്ട്. വി ബോട്ട് മാസ് എന്നും പറയാറുണ്ട്. അതിനിടയ്ക്ക് ചില സമയത്ത് ഡി മാസ് എന്നും പറയാറുണ്ട്. അങ്ങനെ പല പേരിൽ ഇത് പറയാറുണ്ട്. ബോട്ട് മാസ് എന്ന് പറയാറുണ്ട്, വി ബോട്ട് മാസ് എന്ന് പറയാറുണ്ട്, ഡി മാസ് എന്ന് പറയാറുണ്ട്. 3 രീതിയിൽ പറയാറുണ്ട്. വിയുടെ കേസ് ഞാൻ പറയാം. വി നമ്മൾ സാറ് ജനറലി ഇപ്പൊ ഉപയോഗിക്കാറില്ല. അങ്ങനെ എപ്പോഴും നമ്മളിപ്പം വി ഉപയോഗിക്കാറില്ല. ഓക്കെ ആണല്ലോ? ഇത് നമ്മുടെ അഡീഷന്റെ സബ്സ്ട്രാക്ഷന്റെ കേസ്. ഉദാഹരണം പറയണത് ഇങ്ങനെ ഒരു ക്വസ്റ്റിനാ വരുന്നതെങ്കിൽ ഇത് 12th ലെവലില് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ പിന്നെ BFO അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 2022. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും തെറ്റിപ്പോയി. മജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻ തെറ്റ്. ക്വസ്റ്റ്യൻ അല്ല, അതിന്റെ ആൻസർ തെറ്റാണ്. ചൂസ് ചെയ്തേക്കുന്നത് PSCയുടെ ആൻസർ വേറെ ആയിരുന്നു. അപ്പൊ അതുപോലെ കൺഫ്യൂഷൻ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. ബോട്ട് മാസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു ഓർഡറിൽ ചെയ്താൽ മാത്രം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ഇവിടുന്ന് നമ്മൾ റൈറ്റിംഗ് തുടങ്ങി സോൾവ് ചെയ്ത് വന്നാൽ നമുക്ക് ഇതിൽ ഏതൊരു ഓപ്ഷൻ കിട്ടും. പക്ഷെ അത് മിക്കവാറും തെറ്റായിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് ബോട്ട് മാസ് റൂൾ. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ CBSE പഠിക്കുന്നതാണ്, NCERT പുസ്തകത്തിൽ പഠിക്കുന്നതാണ്. നമ്മുടെ SCERT ഇതില്ല. SCERT അങ്ങനെ ബോട്ട് മാസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറില്ല. കൂടുതലും പറയുന്നത് ജസ്റ്റ് ചുമ്മാ ഒന്നൊരു ഫോമായിട്ട് പറഞ്ഞു പോകാറില്ല. ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SCERT പഠിപ്പിക്കാറില്ല. NCERT പുസ്തകങ്ങളാണ് കോമൺലി ഇത് കാണാറ്. NCERT CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നമുക്കിപ്പം ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് എന്ന് ഓർത്താൽ മതി. ബ്രാക്കറ്റ് ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് എന്ന് പറയുന്നത് പലതരം ബ്രാക്കറ്റ് ഉണ്ട്. ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, കേൾഡ് ബ്രാക്കറ്റ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, പല തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ബി. ബോട്ട് മാസിലെ ഫസ്റ്റ് ലെറ്റർ ബി. ഓ എന്ന് പറഞ്ഞ ലെറ്റർ അവിടെ നിൽക്കട്ടെ. ഡി എന്തായിരിക്കും? ഡി നമുക്കറിയാം. ഡി എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. എം എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ. എ എന്തായിരിക്കും? അഡീഷൻ. എസ് എന്തായിരിക്കും? സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ മാത്രമേ ചെയ്തു പോകാവുള്ളൂ. ആദ്യം ബ്രാക്കറ്റിന്റെ ആ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന സിംപ്ലിഫൈ ചെയ്യണം. അതിനുശേഷം ഓ എന്ന് പറയുമ്പോൾ ഓഫ് അല്ലെങ്കിൽ ഓർഡർ ആണ്. ഓഫ് അല്ലെങ്കിൽ ഓർഡർ. ഓഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓഫ് അല്ലെങ്കിൽ ഓർഡർ. ഓഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പലർക്കും തെറ്റിപ്പോകാറുണ്ട്. ഓഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓഫ് എന്ന് ചോദിച്ചാൽ മാത്രമാണ് നമ്മൾ PSCയുടെ കേസിൽ ഓഫ് ചെയ്യാവുള്ളൂ. ഓഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഉദാഹരണം പറയുകയാണെങ്കിൽ 3/4 ഓഫ്
100 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ 3/4 into 100 എന്നാണ്. 3/4 into 100 means 300/4 is equal to 75 എന്നാണ് ഇതിന്റെ ആൻസർ. ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ PSC യുടെ കേസിൽ ഓഫ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമാണ് നമ്മൾ ഓഫ് ചെയ്യാവുള്ളൂ. നമ്മള് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവിടെ ഒരു നമ്മുടെ ഓർഡർ അനുസരിച്ച് ഓഫ് ആണല്ലോ, ഓഫ് ഇവിടെ ആദ്യം കയറി വരുന്നുണ്ട്, ബ്രാക്കറ്റിന് ശേഷം ഓഫ് ആണല്ലോ കയറി വരുന്നത് ഓർത്തിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിന്റെ അവിടെ ഓഫിന്റെ അധികം ഇട്ടാൽ നമുക്ക് തെറ്റിപ്പോകും. ഓഫ് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമാണ് നമ്മൾ ഓഫ് ആദ്യം ചൂസ് ചെയ്യാവുള്ളൂ. അല്ലാത്ത കേസിൽ PSC ലെവലിൽ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓഫ് ഒരു വില്ലനാണ് നമ്മുടെ കേസിൽ. ഓഫ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ തെറ്റിപ്പോകും. ബോഡ്മാസിന്റെ കേസിൽ ആദ്യം ബി ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. ബ്രാക്കറ്റ് പലതരത്തിലുണ്ട്. ഇതൊക്കെ സാധാരണ കോമൺ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് നമ്മൾ +2 സയൻസ് പഠിച്ചവർക്കറിയാം. നമ്മുടെ സെറ്റിന്റെ കേസിലൊക്കെ ഉപയോഗിച്ച ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. ഒരുപാട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. പിന്നെ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഈ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ഇത്രയും തരത്തിലുള്ള കേസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആയിരിക്കണം. രണ്ടാമത് ഓഫ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്യുക. അതിനുശേഷം ഡിവിഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡീഷൻ, അതിനുശേഷം ലാസ്റ്റ് ആണ് നമ്മൾ കുറയ്ക്കാൻ നിൽക്കാവുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെയും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എന്നിട്ട് നമുക്ക് ചെയ്യാം. തന്നെയും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ആദ്യം നിങ്ങളുടേതായ ആൻസർ നമ്മുടെ ഈ പറഞ്ഞ അനുസരിച്ച് ബോഡ് മാസ് അനുസരിച്ച് ബോഡ് മാസ് ആൻസർ കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. അശ്വതി കൊള്ളാം. ഓക്കെ, നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ 3 + 8 ആദ്യം സോൾവ് ചെയ്യണം. ദെൻ 4 + 7 ചെയ്യണം. കാരണം ബ്രാക്കറ്റ് ആദ്യം നമ്മൾ ക്ലോസ് ചെയ്യണം. 3 + 8 എത്രയാണ്? 11. ഓക്കെ അല്ലേ? 4 + 7 ഓൾറെഡി 11 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും: 11 into 4 minus 2 into 11. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബോഡ് മാസ് അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 into 11 2 into 11. 4 into 11 എത്ര വരും? 44 minus 22. പിന്നെ ബാക്കി നമുക്ക് നെഗറ്റീവ് മാത്രമേ ചെയ്യാവുള്ളൂ. 44 minus 22. 44 minus 22 എത്ര കിട്ടും? നമുക്ക് 22 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? 22 ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഒന്നുകൂടെ പറയാം. നമ്മുടെ കേസിൽ ആദ്യം ബ്രാക്കറ്റ് ആണ്. നമ്മുടെ ബോഡ് മാസിന്റെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 12th ലെവലിൽ പ്രിലിംസ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ 2022 കേസിലൊക്കെ ആദ്യം പ്രിലിംസ് 12th ലെവലിലെല്ലാം വന്നിരുന്നു. അപ്പൊ അതിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. ആദ്യം ബോഡ് മാസ് അനുസരിച്ച് നമ്മൾ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം 3 + 8 = 11. 7 + 4 = already 11. then 11 into 4 എത്രയാണ്? 44. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് -2 into 11 22. എന്നോട് കുറയ്ക്കുമ്പോൾ നമുക്ക് 22 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്തേ. ഈ സ്ലാഷ് ഇട്ടേക്കുന്ന ഡിവിഷൻ ആണ്. ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എല്ലാവരും ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, ആൻസർ കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. അതൊന്നുകൂടെ നോക്കിയ ആൻസർ എത്ര ഇപ്പൊ കിട്ടിയ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ കിട്ടിയ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ 22 തന്നെയാണോ? ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 22 കിട്ടിയ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. 22 എല്ലാവർക്കും കിട്ടിയേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് എത്ര കിട്ടും? 30 + 42 72. ഓക്കെ അല്ലേ? 72. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും: 25 minus 72 divided by 12 into 2. അടുത്ത കേസിൽ ബോഡ് മാസ് അനുസരിച്ച് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ സോൾവ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. പിന്നെ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ 72 divided by 12. 72 divided by 12 എത്രയാണ്? 72 divided by 12 6 അല്ലേ? ബാക്കി ചെയ്തെങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടത്?
ഇങ്ങനെ വന്നു 25 മൈനസ് 6 ഇൻറ്റു 2. അടുത്ത കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 25 മൈനസ് 12 എന്ന് വരും. 25 മൈനസ് 12 എത്രയാണ്? 25 മൈനസ് 12 13. 22 വരുമോ? നമ്മുടെ നമ്മുടെ ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. കറക്റ്റ് സാധനം നമുക്ക് കിട്ടിയ സാധനം അവിടെ കിടപ്പുണ്ട്. പക്ഷെ 22 അല്ല ആൻസർ. ആൻസർ എത്രയാണ്? 13 ആണ്. 13 ആണ്. നമ്മൾ അറിയാതെ കുത്തിപ്പോകും. കാരണം നമുക്ക് കിട്ടിയ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് തെറ്റാന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മെന്റൽ സൈക്കോളജിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു മാറ്റമില്ല. നമുക്ക് ഓപ്ഷൻ കണ്ടു, പിന്നെ ഒന്നും നോക്കത്തില്ല, കുത്തുള്ളൂ. നമ്മൾ പുറകോട്ട് ചിന്തിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 72 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും. 25 മൈനസ് 72 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 എന്നാവും ഓപ്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പിന്നെ അങ്ങനെ ആവും, സിംപ്ലിഫൈ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 72 ഡിവൈഡഡ് ബൈ 12 ആണ്. 72 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പൊ അഗൈൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും 25 മൈനസ് 6 ഇൻറ്റു 2. പിന്നെ അടുത്തനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. 6 into 2 12 ആണ്. 25 minus 12 25 minus 12 is equal to എത്ര കിട്ടും? 13 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? രണ്ടാമത് ചോദിച്ചപ്പോൾ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ BFIക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022 ഇവിടെ ഓഫ് ഉണ്ട്. ഓഫിന്റെ കാര്യം മറന്നു. 2 ഓഫ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണ് PSCയിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു പ്രശ്നമുണ്ട്, അതാ പറയാൻ പോകുന്നത്. PSCയുടെ ആൻസർ കീ വന്നപ്പോൾ ഇതിന്റെ ഓപ്ഷൻ, കാരണം നമ്മൾ ചെയ്യുന്ന സീരീസ് അനുസരിച്ചുള്ള ഓപ്ഷൻ ആയിരുന്നില്ല. 2022 BFIക്ക് ചോദ്യ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ കീ വന്നപ്പോൾ PSC ഇട്ട ഉത്തരം വേറെയാണ്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എല്ലാവരും ഒന്ന്. ഈ ക്വസ്റ്റിന് മാത്രം അങ്ങനെ പ്രശ്നമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ തന്നെ ബോർഡ് മാസ് അനുസരിച്ച് പക്ഷെ ഇച്ചിരി പ്രശ്നമുണ്ട്. PSC ഇട്ട ആൻസർ വേറെയായിരുന്നു. 54 കിട്ടി. വെരി ഗുഡ്. 54 കിട്ടിയോ? നോക്കാം, കുഴപ്പമില്ല. 54 കിട്ടിയോ? ഒന്നുകൂടി ചെയ്ത് നോക്കണേ അശ്വതി. ചെയ്ത് നോക്കാം അല്ലെ? കിട്ടിയോ? നമുക്ക് ആദ്യം ഓഫ് അനുസരിച്ച് 30 കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. 30 കിട്ടിയല്ലേ? കൊള്ളാം. അപ്പം ഓഫ് അനുസരിച്ച് നമ്മൾ ഈ ഓഫാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ? 3 into 3 ഓഫ് എന്ന് പറയുമ്പോൾ 3 into 3 ആവും. 9 ആവും. ശരിയല്ലേ? ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്ന് ഞാൻ പറഞ്ഞു. 3 plus 9 ആയി. ഡിവൈഡഡ് ബൈ 3 of 3 എന്ന് പറയുമ്പോൾ 9 ആയി. ഇൻറ്റു 3 ആയി. ശരിയല്ലേ? ഓഫ് അനുസരിച്ച്. പിന്നെ നമ്മുടെ അനുസരിച്ച് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 9 ഡിവൈഡഡ് ബൈ 9 1 എന്നാവും. 3 plus 1 into 3. പിന്നെ അതനുസരിച്ച് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 1 into 3 3 എന്നായി. പിന്നെ 3 plus 3 is equal to 6 എന്നായി. കിട്ടിയോ? നമ്മുടെ ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ PSC ലെവലില് 6 അല്ലായിരുന്നു ആൻസർ. നമ്മുടെ ഒരാൾക്ക് ഇവിടെ ആൻസർ കിട്ടിയായിരുന്നു. ആർക്ക് കിട്ടിയതാ? കീർത്തിക്ക്. ശ്രദ്ധ കീർത്തിയാണോ? കീർത്തിക്ക് കിട്ടിയ ആൻസർ 30 ആണ്. കീർത്തിക്ക് അങ്ങനെ 30 കിട്ടിയതാ? 30 എങ്ങനെ കിട്ടി? 6 അല്ല ആൻസർ. 6 ആണ് നമ്മുടെ ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പക്ഷെ PSC ലെവലില് ഓഫ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ കോമൺ നമ്പേഴ്സിനല്ല, ഈ ഡിവൈഡഡ് ബൈ 3/4 2/3 ഇങ്ങനെയുള്ള നമ്പേഴ്സിലാണ് ഓഫ് ഇടേണ്ടതെന്നാണ് അവർ പറയുന്നത്. ആൻസർ കീ അനുസരിച്ച് നമ്മൾ NCERT പുസ്തകം അനുസരിച്ച് അങ്ങനെയല്ല. ഓഫ് പറയുമ്പോൾ ആദ്യം ഓഫാ ചെയ്യേണ്ടത്. NCERT ലെവലിൽ അതിന്റെ ആൻസർ 6 ആണ്. പക്ഷെ PSC നമുക്ക് ആൻസർ കീ തന്നപ്പോൾ ഇതിന്റെ ഉത്തരം 30 ആയിരുന്നു. 30 എങ്ങനെയാ വന്നെന്ന് ഞാൻ പറയാം. ഈ ഓഫിനെ അവർ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 3 plus 3 into 3 divided by 3 into 3 into 3. ഈ ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയി. ഈ ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയി. രണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അവർ ഉൾപ്പെടുത്തിയേക്കുന്നത്.
അപ്പൊ അതനുസരിച്ച് നമ്മുടെ ബോട്ട് മാസ് അനുസരിച്ച് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഒന്നുമില്ല, ബ്രാക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫ് അല്ല അവിടെ ചെയ്തേക്കുന്നത്, ഡിവിഷൻ ആണ് ആദ്യം ചെയ്തേക്കുന്നത്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 1 എന്ന് വരും. അപ്പൊ എന്ത് വരും? 3 പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 3. അത് നമ്മൾ ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു 3 3 സോറി 3 ഇൻറ്റു 1 3 3 into 3 9 9 into 3 27 27 plus 3 9 ആൻസർ 27 plus 3 is equal to 30 എന്ന് ഇവിടെ ആൻസർ വന്നു. PSC ലെവലിൽ അവർ ഇട്ടിരിക്കുന്ന ആൻസർ കീ അനുസരിച്ച് 30 ആണ് ഈ ക്വസ്റ്റ്യൻ. 2022 BFIക്ക് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ 30 എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ PSCയുടെ ലെവലിൽ ഈ ഓഫ് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 6 അല്ലായിരുന്നു ആൻസർ കീ ഇട്ടിരുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെ വരുന്ന കേസിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഓഫ് ഇടുമ്പോൾ നമ്മൾ ഓഫിന്റെ അർത്ഥം അവിടെ ഇൻറ്റു തന്നെയാണ്. ഓഫിന്റെ അർത്ഥം ഇൻറ്റു തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്തിട്ടാണ് ഓഫ് ചെയ്യാൻ പോകുള്ളൂ. വേറെ 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവും, ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഈ കേസ് ഓക്കെ അല്ലേ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് സൈഡിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന കേസിൽ ഈ ഓഫ് എന്നുള്ളത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്ന 6 ആയിരുന്നു. ബ്രാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത്. 3 of 3 എന്ന് പറയുന്നത് 9 ആവും. ഈ 3 of 3 എന്ന് പറയുന്നത് 9 ആവും. 9 ഡിവൈഡഡ് ബൈ 9 1 ആവും. ദെൻ 1 into 3 3 3 plus 3 6 എന്ന ആൻസർ കിട്ടിയാണ്. നമ്മുടെ കേസിൽ ഇവിടെ ബ്രാക്കറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഓഫ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഓഫ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അനുസരിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും. 3 പ്ലസ് 3 ഓഫിന്റെ പകരം ഇൻറ്റു ആവും. 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഒന്നുകൂടെ പറയാം. ഈ ഓഫിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഓഫിന് പകരവും മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട അനുസരിച്ച് നമ്മുടെ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 1 അല്ലേ? 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 1 അല്ലേ? അപ്പൊ 3 പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു ഈ 3യും ഈ 3യും മോളിൽ കിടക്കുന്ന 2 3 കൂടെ താഴെ വരും. നമ്മൾ അതനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബോട്ട് മാസിന്റെ അടുത്ത സ്റ്റെപ്പ് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 into 1 3 again 3 into 1 into 3 9 into 3 is equal to 27 പിന്നെ മിച്ചമുള്ള 3 plus 27 is equal to 30 എന്ന് വരും. ആൻസർ 30 ആണ്. 6 അല്ല. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആണ്. ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ബ്രാക്കറ്റ് ചെയ്തിട്ട് പോകാമായിരുന്നു. പക്ഷെ PSC ലെവലിൽ ഇതിന്റെ ആൻസർ 13 ആണ്. മനസ്സിലായോ? വന്ന ക്വസ്റ്റ്യൻ ആണ്. 2022 എന്ന് പറയുമ്പോൾ അധികം നാളായിട്ടില്ല. അത് കഴിഞ്ഞ പിന്നെ ഇതുവരെ BF ഒന്നും പരീക്ഷ നടന്നിട്ടില്ല. അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് ഒരുപാട് പ്ലസ് ടു ലെവൽ എക്സാംസ് വരുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ കൂട്ടിയാൽ മതി. മെയ് ജൂണിൽ ഇഷ്ടംപോലെ എക്സാം വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ വരുന്നുണ്ട്, പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ പ്ലസ് ടു ലെവൽ ഒരുപാട് എക്സാം വരുന്നുണ്ട്. യൂണിഫോംസിന്റെ ഒരുപാട് എക്സാം വരുന്നുണ്ട്, ഫയർഫോഴ്സ് വരുന്നുണ്ട്, എക്സൈസ് വരുന്നുണ്ട്, CPO വരുന്നുണ്ട്, WCPO വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് വരാൻ ചാൻസ് ഒരു പോർഷൻ ഈ ബോട്ട് മാസ് റൂൾ അപ്ലൈ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് ഫയർ വുമൺ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2022 ആണെന്ന് തോന്നുന്നു. ആറ് ആൻസർ വരുന്നില്ല, അതൊന്നുകൂടെ പറഞ്ഞുതരാം. 6 ആൻസർ വരുന്നൊന്നുകൂടെ പറയാം. ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ബ്രാക്കറ്റ് ആണെന്ന് വിചാരിച്ചോ, ഈ 3യുടെ അവിടെ ഈ 3യുടെ അവിടെ 2 ബ്രാക്കറ്റ് ആണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ ബോട്ട് മാസ് അനുസരിച്ച് ആദ്യം വരുന്നത് ബ്രാക്കറ്റ് ആയിരുന്നു. ബ്രാക്കറ്റ് അത് കഴിഞ്ഞ് ഓഫ് അല്ലേ വരുന്നത്. നമ്മുടെ ബ്രാക്കറ്റ് ഓഫ് കൂടെ ഒരുമിച്ച് അവിടെ വന്നേക്കുന്നത്. അപ്പൊ 3 of 3 എന്ന് വെച്ചാൽ 3 into 3 അതിന്റെ മീനിങ്. നമ്മൾ ആദ്യം 3 of 3 ചെയ്യണം. 3 of 3 എന്ന് പറയുമ്പോൾ 3 into 3 9 ആണ്. ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. ഈ സ്ലാഷ് എന്ന് വെച്ചാൽ ഡിവിഷൻ ആണ്. പിന്നെ വരുന്നത് 3 of 3 again 3 of 3 വരുന്നുണ്ട്. 3 of 3 എന്ന് പറയുമ്പോൾ again 3 into 3 is equal to 9 ആണ്. പിന്നെ വരുന്നത് നമ്മൾ ആ ഇക്വേഷൻ കൂടെ എടുത്ത് എഴുതുവാണ്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി 9 ഡിവൈഡഡ് ബൈ 9 ആണ്. അപ്പൊ നമ്മുടെ ബോട്ട് മാസ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ആണ്. 9 ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. 9 ഡിവൈഡഡ് ബൈ 9 എത്രയാ? 1 അല്ലേ? പിന്നെ താഴെയുള്ള മിച്ചമുള്ള ഇൻറ്റു 3യും ഈ പ്ലസ് 3യും എടുത്ത് എഴുതുവാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ബോട്ട് മാസ് അനുസരിച്ച് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 1 into 3 3. ഓക്കെ അല്ലേ? പിന്നെ 3 plus 3 is equal to 6. കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിവിഷൻ ആണ്. സ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടി ഡിവിഷൻ ആണ്. ചെയ്യാൻ പറ്റും നോക്കി, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും നോക്കി, തന്നെ ചെയ്യണം. ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്നുള്ളൂ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്ക് വേണം ചെയ്യാൻ പറ്റും. ഓഫ് വരുന്ന കേസിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ ബാക്കി നമുക്ക് വെറുതെ ചെയ്തു പോകാം. ഓഫ് വരുന്ന കേസ് മാത്രം ആലോചിച്ചാൽ ബാക്കി നമുക്ക് വെറുതെ ചെയ്തു പോകാം. ചെയ്യാൻ പറ്റും നോക്കിയേ.
പെട്ടെന്ന് ചെയ്യാൻ തന്നെയാണല്ലോ ഉള്ളൂ. ആർക്കെങ്കിലും കിട്ടിയോ? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫയർ വുമൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. നമുക്ക് അറിയത്തില്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈ ബോട്ട് മാസ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ ആ ക്വസ്റ്റിന് തൊട്ട് മുന്നേ എഴുതി വെച്ചാൽ മതി. ബോട്ട് മാസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പാറ്റേൺ ആ ഓർഡർ ആ ക്വസ്റ്റിന് തൊട്ട് മുന്നേ എഴുതി വെച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ശരിയാ, വെരി ഗുഡ്. ഓക്കെ, ഒരു 30 സെക്കൻഡോട് സമയം തരാം. എല്ലാവരും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 30 സെക്കൻഡ് സമയം കൂടെ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് ചെയ്തോ. സിമ്പിൾ കാൽക്കുലേഷൻ ഉള്ളൂ. ബ്രാക്കറ്റ് ഇല്ല. ബ്രാക്കറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഡി മാസ് മാത്രം നോക്കിയാൽ മതി. ബിഒ നോക്കേണ്ട ആവശ്യമില്ല. ഡി മാസ് ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 2 6 ആണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഇവിടെ ഉള്ളത് ഈ പ്ലസ് ഇവിടെ നമ്മൾ ഇറക്കി എഴുതണം. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. പ്ലസ് ഇറക്കി എഴുതി. പിന്നെ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. 12 into 13 into 3 എത്രയാണ്? 39. ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇറക്കി എഴുതി. പിന്നെ 10 ഇറക്കി എഴുതാം. അതും പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് കാണാം. പ്ലസ് ഇറക്കി എഴുതി. മൈനസ് 47 ഇറക്കി എഴുതി. പിന്നെയുള്ള എന്താണ്? 35 into 2 70. ഓക്കെ അല്ലേ? ഇനി ചെയ്യേണ്ടതാണ് അഡീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അഡീഷൻ ഉണ്ട്. ആദ്യം ചെയ്യുക. 47 plus 10 57. 70 minus 57 ആവും. 70 minus 57 minus 39 plus പ്ലസ് ആണ് ചെയ്യേണ്ടത്. 39 plus 6 ആണ് ചെയ്യേണ്ടത്. 39 plus 6 എന്ന് പറയുമ്പോൾ 45. ഓക്കെ അല്ലേ? ഇനി ഇതൊന്ന് ഓർഡർ ചെയ്ത് പോയാൽ മതി. 70 minus പറഞ്ഞ 70 minus 57 എത്ര കിട്ടും? ആൻസർ തെറ്റിപ്പോയോ? എവിടെ തെറ്റിപ്പോയല്ലോ? ഒന്നുകൂടെ ചെയ്യാം. പറഞ്ഞ എല്ലാവരും കൂടെ പറഞ്ഞേ. 12 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 6 വരും. ഓക്കെ അല്ലേ? 6 വരും. ഓക്കെ അല്ലേ? പ്ലസ് ഇറക്കി എഴുതി. 13 into 3 എത്രയാ? 39. നമ്മൾ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു സെക്കൻഡ്. ഓക്കെ, ആദ്യം ഡിവിഷൻ ചെയ്തു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ അവിടുത്തെ സിമ്പിൾ ഇറക്കി എഴുതി. 30. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കാം. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്രയാണ്? 35 into 2 70. 70 minus 47 plus 10 minus 39 ആവൂലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അഡീഷൻ എന്ന് പറയുമ്പോൾ 39 plus 6 ഉണ്ട്. 39 plus 6 എത്രയാ? 45. പിന്നെ എന്താണ്? 47 plus 10 ഉണ്ട്. 57. മൈനസ് ഉണ്ട്. 70 മൈനസ് ഉണ്ട്. ഓക്കെ അല്ലേ? എത്ര ആൻസർ കിട്ടി? ക്വസ്റ്റൻ എന്തെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് പറയാം. ഒരു സെക്കൻഡ് നോക്കിയിട്ട് ഞാൻ പറയാം. ഒരു കാര്യം ചെയ്തോ, ഈ ക്വസ്റ്റൻ ചെയ്തോ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. നോക്കിയിട്ട് പറയാം. ജസ്റ്റ് നോക്കിയിട്ട് പറയാവേ. നേരത്തെ ക്വസ്റ്റ്യനില് -47 + 10 എന്നല്ലത്. ആദ്യം നമ്മൾ പ്ലസ് അല്ലേ ചെയ്യാവുള്ളൂ. ആദ്യം നമ്മുടെ ബോട്ട് മാസ് അനുസരിച്ചാ. അപ്പൊ 17ഉം 10ഉം 6ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 86 കിട്ടും. പിന്നെ -47 -39 ഉണ്ട്. ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -86 തന്നെ കിട്ടും. അപ്പൊ 86 - 86 0 വരും. ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ഒരു സെക്കൻഡ്. ഈ ക്വസ്റ്റൻ ചെയ്തോ. ഡിവിഷൻ ആണ്. ബോട്ട് മാസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യാവുള്ളൂ. ബോട്ട് മാസ് സ്ലാഷ് വരുന്ന കേസ് സ്ലാഷ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറില്ല. സ്ലാഷ് നമ്മൾ ഇടാറില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവിഷന്റെ സിമ്പിൾ തന്നെ വരാറുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, കറക്റ്റ് ആണ്.
അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 6 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 6 ഡിവൈഡഡ് ബൈ 6 1 വരും. അപ്പം 1 into 6 into 6 ആൻസർ എങ്ങനെ വരൂല്ലേ? 6 into 1 into 6 വരും. 6 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 1 ആണ്. പിന്നെ മിച്ചമുള്ള 6 into 1 into 6. 6 into 6 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 36 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് ഉണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റും ഉണ്ട്, ഒരു ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട്. നമ്മൾ ആദ്യം അകത്തുള്ള ബ്രാക്കറ്റ് ആണ് സിംപ്ലിഫൈ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞാണ് പുറത്തെ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ആവുള്ളൂ. ചെയ്ത് നോക്കുക തന്നെ ചെയ്യാനുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക, then കിട്ടുന്ന സൊല്യൂഷൻ വെച്ച് ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. പറഞ്ഞ എത്ര കിട്ടും? 3 into 6. കിട്ടി ആർക്കെങ്കിലും? ഓക്കെ 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 നമുക്ക് ചെയ്യാം. 3 into 6 80 വരൂല്ലേ? 4 into 8. ഓക്കെ ശരിയാ, കറക്റ്റാ. കിട്ടിയവർക്കെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ 4 into 8 പറഞ്ഞ 4 into 8 32 അല്ലേ? 32 മൈനസ് 80 എന്ന് വരും. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. 2 പ്ലസ് 32 മൈനസ് 80. 32 മൈനസ് 80 എത്രയാ? 32 മൈനസ് 80 14. ഓക്കെ അല്ലേ? കാര്യം പറഞ്ഞ കാര്യം ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് താഴെ ഇറക്കി എഴുതി, ദെൻ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടി. ദെൻ നമ്മൾ ഈ ബ്രാക്കറ്റ് അപ്ലൈ ചെയ്യണം. സ്ക്വയർ ബ്രാക്കറ്റ് അപ്ലൈ ചെയ്യണം. 32 മൈനസ് 80 ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പുറകെ കിടക്കുന്ന 2 പ്ലസ് 40. 2 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 60. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഇതേ തന്നെയാണല്ലോ ഉള്ളൂ. ഡിവിഷൻ ആണ്. ഡിവിഷൻ കാര്യം മറന്നു പോലെ, ഡിവിഷൻ ആണുള്ള കാര്യം മറന്നു പോലെ. നമ്മുടെ റൂൾ അനുസരിച്ച് ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും, ഇവിടെ മൊത്തത്തിലൊരു മൾട്ടിപ്ലിക്കേഷൻ വരും. ദെൻ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ 2 എപ്പോഴും 1 വരുള്ളൂ. 2 ഡിവൈഡഡ് ബൈ 2 എപ്പോഴും 1 വരുള്ളൂ. 3 into 1 minus 4 plus 10. ഓക്കെ അല്ലേ? ബാക്കി ഓക്കെ വെരി ഗുഡ്. 3 into 1 3 minus 4 plus 10. ആദ്യം അഡീഷൻ ചെയ്യാവുള്ളൂ. കിട്ടി 50. ഓക്കെ നമ്മൾ അഡീഷൻ ചെയ്യുമ്പം 3 പ്ലസ് 10 ചെയ്തതായിരിക്കും നല്ലത്. 3 പ്ലസ് 10 അഡീഷൻ അല്ല, ഇത് പോസിറ്റീവ് 3 അല്ലേ? 3 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 13. 13 മൈനസ് 4 ഈസ് ഈക്വൽ ടു 9. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമിന് 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ലെങ്തി ആണെന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. വേറെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഡിവിഷനാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ഓർഡർ അനുസരിച്ച് ചെയ്ത് പോയാൽ മതി. വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഡർ അനുസരിച്ച് ചെയ്ത് പോവാം. 60 ഡിവൈഡഡ് ബൈ 8 കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 4 കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ 2. 60 ഡിവൈഡഡ് ബൈ 8 1 ആണ്. അതെ അല്ലല്ല 1 ആണോ? ഒന്നുകൂടെ നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. 60 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ തന്നെ 60 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 2 കിട്ടി. 2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോഴും അതർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 4 2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/2 അല്ലേ? 1/2 ആണ് അല്ലേ? ആ 1/2 നെ അഗൈൻ ഡിവൈഡഡ് ബൈ 1/2 നെ അഗൈൻ ഡിവൈഡഡ് ബൈ 2 ആണ്. ഒരു ഓക്കെ ആർക്കെങ്കിലും ആൻസർ കിട്ടി നോക്കട്ടെ ജസ്റ്റ്. ഓക്കെ 1/4 കറക്റ്റ് ആണ്. 1/4 കറക്റ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അത് ഇങ്ങനെ വരുന്ന കേസിൽ
ഇങ്ങനെ വരുന്ന കേസിൽ 60 ഡിവൈഡഡ് ബൈ 8 നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 2 ആൻസർ കിട്ടി. പിന്നെ 2 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 2 ആണ്. ശരിയല്ലേ? ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യണം. 2 ഡിവൈഡഡ് ബൈ 4 2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 1/4 എന്ന് വരും. 1/4 ഈ 1/4നെ സോറി 1/2 എന്ന് വരും അല്ലെ? 1/2 അല്ലേ? 1/2 എന്ന് വരും. ഈ 1/2നെ അഗൈൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ഈ 2ന്റെ റെസിപ്രോക്കൽ എടുക്കുക. 2ന്റെ റെസിപ്രോക്കൽ നമ്മൾ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/2 തന്നെയാണ്. 2ന്റെ റെസിപ്രോക്കൽ 1/2 ആണ്. ഡിവിഷൻ ചെയ്താൽ ഒരു ഫ്രാക്ഷനെ വേറെ നമ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് കിട്ടും? 1 × 1 1 2 × 2 4 1/4 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ 1/3 ഡിവൈഡഡ് ബൈ 1/4 ആണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് സെക്കൻഡ് നമ്പറിനെ റെസിപ്രോക്കൽ എടുക്കുക. സെക്കൻഡ് നമ്പർ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 4/1 ആണ്. ഈ നമ്പറിനെ 1/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ 3/4 എന്ന് വരും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്ത അനുസരിച്ചാണെങ്കിൽ 4/3 അല്ലേ സാറേ എന്റെ ആൻസർ വരിക? 4/3 പറഞ്ഞ മാറിപ്പോ എഴുതി കറക്റ്റ് അല്ലേ? 4/3 ഓക്കെ അല്ലേ? എഴുതിയേക്കണത് തെറ്റായിരുന്നല്ലോ. ഒരു സെക്കൻഡ് ഒന്നുകൂടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? 1/3 ഡിവൈഡഡ് ബൈ 1/4 ഓക്കെ അല്ലേ? ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ എടുത്ത് 1/4ന്റെ റെസിപ്രോക്കൽ 4/3 എന്നല്ല പറഞ്ഞ 1/3 ഇൻറ്റു 1/4ന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ 4/1 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/3 ആൻസർ വരും. ഓക്കെ അല്ലേ? ഓക്കെ. റെസിപ്രോക്കൽ എടുത്ത് ഡിവിഷന്റെ കേസ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കേസിൽ അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ 60 ഡിവൈഡഡ് ബൈ 8 ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. പിന്നെ 2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 എന്നും 2 എന്നും കിട്ടും. 1/2 എന്ന് കിട്ടും. 1/2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. 2 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2/1 എന്നാണ്. അപ്പൊ ഇങ്ങനെ ഡിവിഷൻ ചെയ്തേക്കാൾ എളുപ്പം നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 1/2 അതുപോലെ തന്നെ കിടക്കും. ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവും. 2/1 എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 ആവും. ഇങ്ങനെ വരുന്ന കേസിൽ നേരെ കുറിച്ചാൽ മതി. 1 × 1 1 ഡിവൈഡഡ് ബൈ 2 × 2 4 ആൻസർ നമ്മളെ 1/4 ആയിരിക്കും. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ സാർ. പറഞ്ഞു. ഇങ്ങനെ കൊറേ ഡിവൈഡ് വരുമ്പല്ലേ അത് നമ്മൾ ഏതൊരു ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. ഏതൊരു ഓർഡർ ചെയ്താൽ തെറ്റിപ്പോവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു ഓർഡർ ചെയ്താൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടത്തില്ല. എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ആദ്യം ഇത് രണ്ടും കൂടെ ചെയ്തു. അതിനുശേഷം ഇത് രണ്ടും കൂടെ ചെയ്തു. ഇത് നമുക്ക് എത്ര ഉത്തരം കിട്ടി? 2 ഉത്തരം കിട്ടി. ഇതിന്റെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? ഒരു ഡിവൈഡർ അവിടെ കിടപ്പുണ്ട്. ഇതിന്റെ ഉത്തരം എത്ര കിട്ടി? 2 കിട്ടി. 2 ഡിവൈഡഡ് ബൈ 2 1 എന്ന് ആൻസർ കിട്ടും. പക്ഷെ 1 തെറ്റാണ്. ഓക്കെ സർ. ആ ഒരു ഓർഡർ തന്നെ ചെയ്യണേ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൻസർ എല്ലാവരും പറഞ്ഞ പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടോപ്പിക് ആണ്. പരീക്ഷയ്ക്ക് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്ക ഡിഗ്രി ലെവലിൽ അങ്ങനെ ചോദിച്ചിട്ട് കാണാറില്ല. പക്ഷെ +2 ലെവലിലും 10th ലെവലിലും മിക്കവാറും ചോദിക്കുന്നത്. ഓക്കെ ശരിയാ ഓക്കെ ചെയ്യാലോ. 60 ഡിവൈഡഡ് ബൈ 8 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 2 ഇൻറ്റു 0 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 0 0 ഓക്കെ അല്ലേ? ഇവിടെ ഇങ്ങനെ വരുന്ന കേസിൽ എവിടെ 0 ഇൻറ്റു 0 പ്ലസ് 0 മൈനസ് 0 കാര്യമില്ല. ഡിവൈഡ് ബൈ 0 കാര്യം ഞാൻ പറയാം. ഇൻറ്റു 0 വന്നാൽ ആൻസർ 0 ആയിരിക്കും. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളത് വെരിഫൈ ചെയ്തുകൂടെ നോക്കണം. കണ്ടുപിടി വെറുതെ ടിക്കറ്റ് അല്ല. ഇൻറ്റു 0 വന്നാൽ അതിന്റെ മാക്സിമം ചാൻസ് 0 വരാൻ ചാൻസ് ഉള്ള 0 വരുള്ളൂ. ഇൻ കേസ് ചുമ്മാ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. സമയമൊന്നും ഇല്ലെങ്കിൽ നേരെ 0 ഇട്ടാൽ മതി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 0 ആൻസർ വരുള്ളൂ. അതേസമയം ഡിവൈഡഡ് ബൈ 0 2 ഡിവൈഡഡ് ബൈ 0 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 0 2 ഡിവൈഡഡ് ബൈ 0 2 ആണോ ആൻസർ? 0 ആണ് ആൻസർ. 2 ഡിവൈഡഡ് ബൈ 0 എന്ന് വെച്ചാൽ 2 ആണോ ആൻസർ? 0 ആണ് ആൻസർ. 0 ഇൻഫിനിറ്റി അല്ല. വെരി ഗുഡ്. ഇൻഫിനിറ്റി ആണ് ആൻസർ. ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ഡിവൈഡഡ് ബൈ 0 വന്നാൽ അതിന്റെ ആൻസർ ഒന്നെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും.
ഒന്നെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും അതിന്റെ ആൻസർ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഡിവൈഡഡ് ബൈ 0 ഏത് നമ്പർ ഡിവൈഡഡ് ബൈ 0? അതേസമയം 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ആണെങ്കിലോ? 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ആണെങ്കിലോ? 0 ആയിരിക്കും. 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ ആണെങ്കിൽ ഏത് നമ്പർ ആണെങ്കിലും അതിന്റെ ആൻസർ 0 ആയിരിക്കും. പക്ഷെ ഡിവൈഡഡ് ബൈ 0 ഏത് നമ്പർ ഡിവൈഡഡ് ബൈ 0 വന്നാലും അതിന്റെ ആൻസർ ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഒരു നമ്പറിനെ നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ അതിന്റെ ലോജിക്ക് ഇങ്ങനെ ഉള്ളൂ. നമുക്ക് ഒരു കേക്കിനെ 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു കേക്കിനെ 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കേക്കിനെ നമുക്ക് വേണമെങ്കിൽ, ഒരു വലിയ ഫുൾ കേക്കിനെ നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 1 ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷെ അതിന് ഒരിക്കലും നമുക്ക് 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ലോജിക്ക് വരുന്നത്. 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേണ്ട, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യന്റെ ബാക്കിയാണ്. 280 കിട്ടാൻ 100നോട് ഏത് സംഖ്യ കൂട്ടണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് വരത്തില്ല, ചുമ്മാ ചോദിച്ചാൽ. എത്ര അതിന്റെ ആൻസർ? 280 കിട്ടാൻ 100നോട് ഏത് സംഖ്യ കൂട്ടണം? 180. സിമ്പിൾ ആണ്, വെറുതെ നോക്കിയാൽ മതി. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കി. മൈനസ് 250 കിട്ടാൻ മൈനസ് 450നോട് ഏത് സംഖ്യ കൂട്ടണം? വേറൊരു ഉദാഹരണം പറയാം. ഒരു സെക്കൻഡ്. വേറൊരു ഉദാഹരണം പറയാം. ഒരു സെക്കൻഡ്. ഓക്കെ, പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മൈനസ് 2 കിട്ടാൻ ഓക്കെ, വെരി ഗുഡ്, കിട്ടിയ ആൻസർ ഉണ്ട്. മൈനസ് 2 കിട്ടാൻ മൈനസ് 10നോട് ഏത് കൂട്ടണം? ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, മൈനസ് 10 ആണ് ചെറിയ സംഖ്യ, മൈനസ് 2 ആണ് വലിയ സംഖ്യ. മൈനസ് 10നോട് ഏത് സംഖ്യ കൂട്ടിയാൽ മൈനസ് 10നോട് ഏത് സംഖ്യ കൂട്ടിയാൽ മൈനസ് 2 കിട്ടും? ആൻസർ ഒന്ന് പറഞ്ഞിട്ട് നോക്കോ. ഈ ആൻസർ ഒന്ന് പറഞ്ഞിട്ട് നോക്കോ. കിട്ടിയ ആൻസർ, കിട്ടിയ ഉത്തരം ശരിയാണ്. 8. 2 ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. തെറ്റിപ്പോയിട്ടോ. ഉത്തരം തെറ്റാണ് രണ്ടുപേരുടെ. അല്ല, രണ്ടാമത് കിട്ടി, ശരി. ഓക്കെ. ഇത് 8 ആണ് കൂട്ടേണ്ടത്. മൈനസ് 10നോട് പ്ലസ് 8 കൂട്ടിയാലാണ് -2 വരുള്ളൂ. ഒരു സെക്കൻഡ്, എനിക്ക് കോള് വരുന്നേ. ഒരു സെക്കൻഡ്. ഓക്കെ. മൈനസ് 10നോട് ഏത് സംഖ്യ കൂട്ടിയാൽ മൈനസ് 2 കിട്ടും? മൈനസ് 10നോട് പ്ലസ് 8 കൂട്ടിയാൽ നമ്മുടെ റൂൾ അനുസരിച്ച് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എടുക്കേണ്ടത് മൈനസ് 10. ഒരു സെക്കൻഡ്. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ് ആണ്. മുമ്പ് ആൻസർ തെറ്റിപ്പോയായിരുന്നു, ഇപ്പൊ കറക്റ്റ് ആണ്. ഒന്നുകൂടെ പറയാം. മൈനസ് 2നോട് ഏത് സംഖ്യ കൂട്ടിയാൽ മൈനസ് 8 കിട്ടും? അങ്ങനെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ. അല്ല, മൈനസ് 2നോട് ഏത് സംഖ്യ കൂട്ടിയാൽ മൈനസ് 10 കിട്ടും? നമ്മൾ ചെയ്യേണ്ടത് മൈനസ് 10ന്റെ കൂടെ എത്ര കൂട്ടേണ്ടത്? മൈനസ് 10ന്റെ കൂടെ പ്ലസ് 8 കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് -2 കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഈ -2 എങ്ങനെ വന്നു? അങ്ങനെ വരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താന്ന് വെച്ചാല് -2 മൈനസ് 10 ആണ് ചെയ്യേണ്ടത്. -2 മൈനസ് 10. അതായത് ഈ ചെറിയ വലിയ സംഖ്യയിൽ നിന്ന്, ഒരു സെക്കൻഡ്, ഒരു കോൾ വന്നു. ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ് ഇപ്പൊ വരുവാണ്.
വീട്ടിലാടാ മറ്റേ PSC ഞാൻ ഇപ്പൊ വിളിക്കും, തിരിച്ചു വിളിക്കാം. 5 മിനിറ്റ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് നമ്മുടെ വലിയ സംഖ്യയിൽ നിന്ന്, വലിയ സംഖ്യ -2 അല്ലേ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. -2ൽ നിന്ന് -10 കുറയ്ക്കുവാണെങ്കിൽ മൈനസ് ഓഫ് മൈനസ് എന്ത് വരും? പ്ലസ് വരും. -2 + 10 എന്ന ആൻസർ വരും. ആൻസർ എത്രയാണ്? മൈനസ്, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, കുറയ്ക്കുമ്പോൾ 8 കിട്ടും, വലുത് 8 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? പോസിറ്റീവ് ആയിട്ട് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ മോളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമ്മള് എന്താ ചെയ്യേണ്ടത്? പറഞ്ഞേ, എന്താ പറഞ്ഞേ? -280 -450 കുറയ്ക്കും. വെരി ഗുഡ്. -250 -450. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവൂലേ? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, 450 250 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 170. പ്ലസ് 170 ആണ്, മറന്നു പോകരുത്. പ്ലസ് 170 ആണ്. ഇതിന്റെ കൂടെ -280ന്റെ കൂടെ നമ്മള് 170 കുറയ്ക്കുവാണെങ്കിൽ, 170 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇത് കൂട്ടുകയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്ര നമുക്ക് ഉത്തരം? കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, കൂട്ടുക ചെയ്യേണ്ടത്. കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 170. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പ്ലസ് 170 ആണ്, മൈനസ് 170 ആണ്. ഇത് 170 അല്ല, മറന്നുപോലെ ഈ ആൻസർ ഒന്നും അല്ല. പ്ലസ് 170. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, PSC എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ടായിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മളിത് ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, അതുകൊണ്ട് ഉൾപ്പെടുത്തിയേക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങള് നമ്പർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ കൊണ്ട് അവിടെ ഏകദേശം നമ്പർ സിസ്റ്റം മൊത്തം തീരുവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് തീർക്കണമെന്ന് ഓർത്താണ്, പക്ഷെ ഇതും കൂടെ പറയാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മറന്നു പോകാതെ പിന്നെ ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഓപ്പറേഷൻസ് മറന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം കാണാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.